ഈ രക്ഷാദൗത്യത്തിന് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രതിസന്ധികൾ ഇല്ലാതെ മുന്നോട്ട് പോയിരുന്ന രക്ഷാദൗത്യത്തിന് ഇപ്പോൾ മഴ ഒരു വലിയ തടസ്സമായി മാറിയിരിക്കുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനങ്ങളെ സ്വാഭാവികമായും അതിനെ മന്ദഗതിയിലാക്കാനുള്ള സാധ്യതയുണ്ട്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ ഇപ്പോഴവിടെ ഒരു തടസ്സമായി മാറിയിരിക്കുന്നത്. അല്പം മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ, അതായത് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ തന്നെ നടത്തുന്നുണ്ട്. അതൊരു സാങ്കേതിക നടപടി മാത്രമായാണ് നടത്തുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ നിയമവിദഗ്ധർ പറഞ്ഞതുകൊണ്ട് പിന്നീട് മറ്റ് നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കണം എന്ന് സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കാൻ കഴിയില്ല. സാങ്കേതികമായി തന്നെ അതിന് ചില തടസ്സങ്ങളുണ്ട്, അതിന് ചില നിയമപ്രശ്നങ്ങളുണ്ട്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കപ്പെട്ടാൽ അത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനിടയുള്ള ധനസഹായം, ഈ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് ചികിത്സയ്ക്കായിട്ടുള്ള ധനസഹായം, ഇതൊക്കെ ഒരുപക്ഷെ അവരിലേക്ക് എത്താതെ പോകാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ നിയമ നടപടി എന്നതിൻ്റെ ഭാഗമായി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയേ മതിയാകൂ. അതുകൊണ്ടാണ് ഇത് സാങ്കേതിക മാത്രമാണെന്നും വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരിച്ചറിഞ്ഞവർക്ക് അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നും അല്പം മുൻപ് ഇപ്പോൾ വീണ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ കേരളത്തിലെ വയനാട്ടിലുണ്ടായിരിക്കുന്ന മണ്ണിടിച്ചിൽ സംബന്ധിച്ച കാര്യങ്ങളെ പഠിക്കാൻ പോകുന്നു, അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ പോകുന്നു എന്ന വിവരം കൂടി ഈ സമയത്ത് വരുന്നു. ഷഹദ് റഹ്മാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഹദ്, ഇപ്പോൾ അവിടെ എന്താണ് അവസ്ഥ? ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം വരെ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണല്ലോ മഴ പെയ്തതിനെ തുടർന്ന്. രക്ഷാദൗത്യം ഏതെങ്കിലും സ്ഥലത്ത് നിന്നുപോയിരിക്കുകയാണോ? ഇപ്പോൾ നിൽക്കുന്നത് ഈ ചൂര മലയിലാണ്. നേരത്തെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു മലയ്ക്ക് മുകളിലായിരുന്നു. കാരണം ഈ മണ്ണടിഞ്ഞു വന്നുകൂടി രൂപപ്പെട്ട ഒരു മല ആ മലക്ക് മുകളിലായിരുന്നു. പക്ഷേ മഴ ഈ മേഖലയിൽ ശക്തമായതോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് അതായത് ഡേഞ്ചർ വാർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അവിടെ നിന്നും ഇറങ്ങി. മാത്രമല്ല ഇപ്പോൾ നല്ല രീതിയിലുള്ള മഴ ഈ മേഖലയിൽ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറെ അധികം ദുഷ്കരമാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ മണ്ണടിഞ്ഞു വന്ന് അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം വന്ന് നേരെ വന്ന് പതിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ നിന്ന് ചുഴി പോലെ രൂപപ്പെട്ടാണ് പിന്നെ താഴത്തേക്ക് പോകുന്നത്. അപ്പം ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വീട്ടിൽ തിരച്ചിൽ നടത്തുകയാണ്. സാറേ, എങ്ങനെ അപ്പം ഇവിടുത്തെ ഒരു തിരച്ചിൽ ഇങ്ങനെയാണ്? ഇവിടെ കേന്ദ്രീകരിച്ച് നമ്മൾ തിരച്ചിൽ നടത്താനുള്ളൊരു കാരണം എന്താ? ഇവിടെ കേന്ദ്രീകരിച്ച് നടത്താൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവർ പോയതാണ്, വീട്ടുകാർ എല്ലാവരും ഒഴിഞ്ഞു പോയവരാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് വന്ന വഴിക്ക് മറ്റാളുകൾ അതിനകത്തുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നി. അതനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇത് കേന്ദ്രീകരിച്ച് ചെയ്യുന്നത്. ഈ ഒരു വലിയൊരു മരം വന്ന വഴിക്ക് അടിച്ചു കയറിയതാണ്. അപ്പോൾ അതിൻ്റെ താഴത്തും അതിൻ്റെ സമീപപ്രദേശങ്ങളിലൊക്കെ ആളുകളുണ്ടോയെന്ന് ചെയ്യേണ്ടിരിക്കും. അതായത് ഇവിടെ നിന്നാണ് ഇത് സ്പ്ലിറ്റ് ആവുന്നത് അല്ലേ? കാരണം അവിടെ നേരെ വന്നു, ഇവിടെ കുറെ കൂടി വിസ്തൃതിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങനെയല്ലേ? അതെ അതെ അതെ, ഇവിടെ വന്നിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ വന്നവർക്കൊരു സംശയം, അവർ മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അവർ കൂടെയുള്ളവർ രണ്ടുപേരും വന്നിരുന്നു. അപ്പോൾ അവർ കാണാതിരുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞ് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയം വന്ന കാരണം കൊണ്ടാണ് ഇവിടെ നമ്മളൊന്ന് സെർച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗോപി? കാരണം ഈ കാണാതാവുന്ന അല്ലെങ്കിൽ മിസ്സിംഗ് കുറെ അധികമുണ്ട്. കാരണം കുറെ അധികം ആളുകൾ നമ്മൾ പല വഴിയിൽ കാണുന്ന ഘട്ടത്തിലൊക്കെ അവർ ഓരോരുത്തരുമായി അല്ലെങ്കിൽ അവരുടെ ഉറ്റവരെ ഉടയവരെയൊക്കെ കാണാനില്ല എന്ന് പറഞ്ഞ് നമുക്ക് മുന്നിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ സംശയം ഉന്നയിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് വിവിധ സേനാ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. രാവിലെ തുടങ്ങിയിട്ടുള്ള തിരച്ചിലാണ് ഇവിടെ ഇപ്പോഴും അത് തുടരുകയാണ്. കാരണം നമ്മൾ ഈ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. കാരണം ഈ എന്റെ ഈ ഇടത് സൈഡിൽ കാണുന്ന ഭാഗത്താണ് അതിന്റെ ഒരു നോർമൽ പുഴയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇത് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു ഇടമാണ്. ഈ ഇടത്തു നിന്നാണ് ഒരുപക്ഷെ ഈ പുഴ അല്ലെങ്കിൽ ഈ ഉരുൾ പൊട്ടി വന്ന് അത് സ്പ്ലിറ്റായി ഈ ഒരു ഭാഗത്തേക്ക് വരികയും അതിന്റെ ഒരു ആഘാതം വലിയ രീതിയിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മേഖലയിലാണ് വലിയ മരങ്ങളൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇക്കപ്പോൾ കുറെ നേരമായി രാവിലെ മുതൽ കാണുന്നുണ്ട്. എന്താ നിലവിൽ ഇവിടുത്തെ ഒരു സാഹചര്യം എന്താ? സാഹചര്യം എല്ലാം അടിയിലേക്ക് പോയിട്ടാണ് ഉള്ളത്. അവിടെ തപ്പാനുള്ള വണ്ടികൾ അങ്ങോട്ട് JCBകളും അങ്ങനത്തെ വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സംശയം അടിഞ്ഞുകൂടി നിൽക്കുന്ന ഒരുപാട് ഇതുള്ളത് കൊണ്ട് ആ മരം ഞങ്ങൾ മാറ്റിയിട്ട് നോക്കുകയാണ്. ഈ മിഷൻസും കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ വലിയ JCBകളും അങ്ങനത്തെ വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് 8 വീടുകളാണുള്ളത്. ഈ ഇവിടെ ഇവിടുത്തെ ആളാണ്? അല്ല, ഞാൻ പുറത്തുള്ളതാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നു. സുഹൃത്ത് ഇവിടെയാണ് ഉണ്ടായിരുന്നു. അവനെ കാണാനില്ല.
ഇതുവരെ കണ്ടെത്തിയില്ല. അപ്പം അങ്ങനെയാണ്. കാരണം ഈ സുഹൃത്തുക്കളെ ഉൾപ്പെടെ കാണാത്ത ആളുകളുണ്ട്. അവരുൾപ്പെടെയുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം 8 വീടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇവിടെ ഈ സ്ഥലം അറിയാവുന്ന ഒരു ആള് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഈ നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ മണ്ണ് വലിയ രീതിയിൽ അടിഞ്ഞു കൂടിയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് കാല് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഏത് നിമിഷവും നമ്മൾ താഴത്തേക്ക് പോകാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത്രയും അധികം ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഈ മേഖലയിലൂടെ നടക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതലും നേതൃത്വം നൽകുന്നത്. കാഴ്ചക്കാരായി ആരും തന്നെ വരരുത് എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും അതാണ്. കാരണം നമ്മൾ ഓരോ അടി വെക്കുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി വെക്കണം. കാരണം ഈ വീടുകൾ കുറെ അധികം തിങ്ങിപ്പാർക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ തന്നെ കിണറുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത്തരം ഇടങ്ങളിൽ പരമാവധി ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് സേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ അവിടെ അത് വേർതിരിച്ച് അല്ലെങ്കിൽ ഇത് മനസ്സിലാകുന്ന രീതിയിൽ വേർതിരിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് കാണാം ഈ വീടിന്റെ ഒക്കെ ചില അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മേൽക്കൂരയൊക്കെ പറന്നുപോയി പൂർണ്ണമായിട്ടും താഴത്തേക്ക് പോയതിന്റെ ഭാഗങ്ങളാണ്. അതിൽ ഈ വീടിന്റെ തൂണുകളും അതുപോലെ തന്നെ ആ ഷീറ്റ് പറന്നു വന്നതിന്റെ തൂണുകളും ഒക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഴ ഈ രക്ഷാദൗത്യത്തിന് തടസ്സമാകുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത 84 മൃതദേഹങ്ങളുണ്ട് എന്ന് കണക്ക് വരുന്നു. അതുപോലെ 98 പേരെ തിരിച്ചറിഞ്ഞു എന്നും പറയുന്നു. എന്തായാലും ഈ മുണ്ടകയിലും അതേപോലെ ചൂരൽമലയിലും അതുപോലെ അട്ടമലയിലും ഒക്കെ തെരച്ചിൽ തുടരുകയാണ്. എന്നാൽ കനത്ത മഴ ഈ 2 പ്രദേശത്തും തുടരുന്നു. അതുപോലെ ഇടുക്കിയിൽ നിന്നുള്ളൊരു യുവാവിൻ്റെ കാര്യം ഒരു സുഹൃത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഉരുൾപൊട്ടലിൻ്റെ 1ാം ഘട്ടത്തിൽ 2 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയ ആളായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ യുവാവിനെ പിന്നീട് കാണാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരം അറിയുന്നില്ല എന്നുള്ളതാണ്. 2ാം ഉരുൾപൊട്ടലിൽ അദ്ദേഹത്തെ കാണാതായി എന്നുള്ള വാർത്തയാണ് വരുന്നത്. നമുക്കത് വല്ലാതെ വിഷമം തോന്നുന്നൊരവസ്ഥയാണ്. കാരണം സ്വന്തം ജീവൻ കയ്യിലെടുത്തുകൊണ്ട് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ മരണം ഏത് നിമിഷവും തൻ്റെ മുകളിലേക്ക് ചാടാം എന്നുള്ള അവസ്ഥ നിലനിൽക്കുമ്പോഴും ഈ ആത്മവിശ്വാസം കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ കോൺക്രീറ്റ് പാളികളും മണ്ണും പാറയും ഒക്കെ അമർന്നു കിടക്കുന്ന തകർന്നുപോയ വീടുകൾക്കടയിൽ അടിയിൽ നിന്നാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. മതിയായ ആയുധങ്ങളും ഉപകരണങ്ങളും ഇല്ലെങ്കിൽ ഇത്തരം രക്ഷാപ്രവർത്തനം കൂടുതൽ താമസിക്കുമെന്നാണ് അറിയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചൂരൽമലയിലും അതുപോലെ മുണ്ടകയിലും ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കേണ്ട സ്ഥലമാണ്. ഈ ടെറൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തും ഓർക്കാപ്പുറത്ത് സംഭവിക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. നമ്മുടെ മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ശ്രദ്ധിക്കണം. കാര്യം ഈ ദുരന്ത ഭൂമിയിൽ രക്ഷാസേനയ്ക്കൊപ്പം മാധ്യമപ്രവർത്തകരും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല, കക്ഷി രാഷ്ട്രീയം ഇല്ല, വർഗീയ മത ചിന്താഗതികളൊന്നുമില്ലാതെ ഒറ്റ ലക്ഷ്യം ഈ മണ്ണിടിച്ചിലിൽ ഈ ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ആളുകളെ രക്ഷപ്പെടുത്താൻ വല്ല സാധ്യതയുമുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുക.